ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചെറിയൊരു ഓണ സെലിബ്രേഷൻ ആയിട്ടാണ്. അപ്പോൾ മക്കളും താത്തയും എല്ലാവരും വീട്ടിലുണ്ട്. വെക്കേഷനായിട്ട് എല്ലാവരും നിൽക്കാൻ വന്നിട്ടുണ്ട്. സാധാരണ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാവാറില്ല. ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടാവാറില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലാവും. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള കിട്ടിയിട്ടുള്ള ഒരു ഓണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണസദ്യ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൂക്കളിടുന്നതും പായസത്തിൻ്റെ റെസിപ്പിയൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കണത്. മക്കളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് പൂക്കളൊക്കെ ഇടുന്നത്. അപ്പോൾ വരച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ അവരോട് തന്നെ ഇടാൻ പറഞ്ഞു, കളറൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ മക്കളൊക്കെ കൂടി ഉണ്ടായിരുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പൂക്കളൊക്കെ ഇട്ടത്. അപ്പോൾ പൂക്കളൊക്കെ നമ്മൾ തലേദിവസം തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അന്ന് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ബ്രദറൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓണസദ്യയിൽ. അപ്പോൾ അതൊക്കെ അവരെല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കി. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലൊരു പാലട പായസത്തിൻ്റെ റെസിപ്പിയും കൂടിയും ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക. അപ്പോൾ മക്കളൊക്കെ നല്ല ഹാപ്പിയാണ്. എല്ലാവരും കൂടി പേപ്പറൊക്കെ വിരിച്ചിരുന്ന് എല്ലാവരും കൂടി സംസാരിച്ചിരുന്ന് പൂക്കളൊക്കെ അരിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പൂക്കളം വരച്ചപ്പോൾ പ്ലാൻ ചെയ്തിട്ട് വരച്ചതൊന്നുമല്ല. വരച്ചു വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആദ്യം കുറച്ച് റൗണ്ട്സ് വരച്ചു, പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ കിട്ടി. അപ്പോൾ അടിപൊളി ഒരു പൂക്കളം ഇട്ട് നമ്മൾ പിന്നെ നമ്മളെല്ലാവരും സാരിയൊക്കെ എടുത്തിട്ടൊന്ന് ഫോട്ടോസും ഇതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പണികളൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂക്കളൊക്കെ ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ വീഡിയോയിൽ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂക്കളം തന്നെയായി. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിനേക്കാളും ചെറിയൊരു പൂക്കളായിരുന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടി വലിയ പൂക്കളം ഇടാൻ പറ്റി. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനേക്കാളും വലിയൊരു പൂക്കളം ഇടാൻ പറ്റട്ടെ. അപ്പോൾ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു 5 പാക്കറ്റ് പാല് നമ്മൾ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലി 10 പാക്കറ്റ് പാലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ 5 പാക്കറ്റ് നമ്മൾ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലടയുടെ മിക്സാണ് നമ്മളിവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 പാക്കറ്റ് പാലടയുടെ മിക്സ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പായസം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു പാക്കറ്റ് മിക്സിലോട്ട് 3 പാക്കറ്റ് പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 9 പാക്കറ്റാണ് നമുക്ക് ശരിക്കും വേണ്ടത്. പിന്നെ ഒരു പാക്കറ്റ് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ 10 പാക്കറ്റ് പാലുകൊണ്ടാണ് നമ്മളിവിടെ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട. ഓൾറെഡി ഇതിൽ പഞ്ചസാര ഉണ്ട്. അപ്പോൾ പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ച് വന്നപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ട് കുക്കറൊന്ന് മൂടി വെച്ചതിന് ശേഷം ഗ്യാസുമ്മേ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45 മിനിറ്റ് നമുക്ക് വെക്കണം. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് ചിലപ്പോൾ കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്യാസുമ്മ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 45 മിനിറ്റ് സിമ്മിൽ തന്നെ ഇടണം. വിസിലടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ള ഒരു 5 പാക്കറ്റ് പാല് ഞാൻ ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പായസം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടി പിടിച്ചു കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ 45 മിനിറ്റ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള പാല് നന്നായിട്ട് കളറൊക്കെ മാറി എല്ലാവരും പറയുന്ന പോലെ നല്ലൊരു പുളിയുറുമ്പിൻ്റെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പാലട പായസത്തിൻ്റെ കളറായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉരുളിയിലുണ്ടായിരുന്ന പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാല് ഉരുളിയിലോട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 പാക്കറ്റ് പാലടയുടെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറേശ്ശെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേറെ എക്സ്ട്രാ മധുരമൊന്നും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു 4 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ ഒരു രുചി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 4 ഏലക്കയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മിൽമയുടെ നെയ്യാണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 2 ടീസ്പൂൺ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ പകുതിയോളം വേവായിട്ടുണ്ട് അട. അപ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നുകൊണ്ട് ഇനി നമുക്ക് സദ്യയൊക്കെ കഴിക്കാം. അപ്പോൾ പായസം അവിടെ ഇരിക്കട്ടെ.
അപ്പോൾ സദ്യക്ക് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇലയിൽ ഇതാ ഓരോരുത്തർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ സദ്യ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചോറും കൂടി ഇട്ടിട്ട് സാമ്പാർ വെച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ടിരിക്കാം. അപ്പോൾ രസം ഉണ്ടായിരുന്നു. അപ്പോൾ രസം നമ്മൾ ഗ്ലാസ്സിലാണ് ഒഴിക്കണത്. അപ്പോൾ നല്ല കട്ടിയുള്ള ഇഞ്ചിയും പുളി ഉണ്ടായിരുന്നു. 2 തരം ഇഞ്ചിയും പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി കൂടി എരിവുള്ളൊരു പുളിഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പുളിഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചിയും പുളിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ഫ്രണ്ട് ഇന്ദുവിനെയാണ് ഓർമ്മ വരിക. എനിക്ക് മുന്നേ ഇഞ്ചിയും പുളിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇന്ദു അവളുടെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ഇഞ്ചിയും പുളി കൊടുന്നിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ എനിക്ക് പ്രഗ്നൻസി സമയത്ത് അവൾ ഇഞ്ചിയും പുളി കഴിക്കാൻ കൊതിയായിട്ട് അവൾ അമ്മയും കൂടിയിട്ട് ഇഞ്ചിയും പുളിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കുറുകി കട്ടിയായിട്ടുള്ള ആ മധുരമുള്ള ഇഞ്ചിയും പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഒരു അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ സദ്യ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ പായസം വിളമ്പുകയാണ് ചെയ്തത്. അപ്പോൾ പായസമൊക്കെ നല്ല തിക്കായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ ഗ്ലാസ് കുടിച്ചു. പായസത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പായസമൊക്കെ ഇവിടെ പാത്രത്തിലോട്ട് വിളമ്പിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പായസം നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. മുറ്റത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തു. മക്കളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. നമ്മളെല്ലാവരും സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.